അഭിമാനത്തോടെ നാളെയുടെ പ്രതീക്ഷകളായി കേഡറ്റുകൾ കടന്നു പോവുകയാണ്. വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്ത് കടന്നു പോകുന്നത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയൻകീഴിലെ കുമാരി അപർണ. ഇപ്പോൾ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്ത് കടന്നു പോകുന്നത് കുളത്തുമ്മൽ കുമാരി അമുദ കിഷോർ നയിക്കുന്ന പ്ലറ്റൂൺ ഇപ്പോൾ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്ത് കടന്നു പോവുകയാണ്. അന്ന് സ്വതന്ത്രമായി പഠിക്കാനോ യാത്ര ചെയ്യാനോ ചിന്തിക്കാനോ ജീവിക്കാനുള്ള അനുമതി ഇല്ലായിരുന്നു. കാരണം ഇവിടെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ഇന്ന് നമ്മൾ 1947 നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നേരത്തെ തന്നെ മരിച്ചുപോയി. വീട്ടിലാണെങ്കിൽ ദാരിദ്ര്യമാണ്. അമ്മയെ സഹായിക്കാൻ വേണ്ടി ഒരു വള്ളം കടത്തുകാരൻ്റെ ജോലി. അങ്ങനെ ഇവിടെ എത്തി, കടവിലെത്തി, ഒരു പുഴ കടന്നു പോകണമെങ്കിൽ അവിടെ ഇരിക്കുന്ന വഞ്ചിയിൽ ആരെങ്കിലും കയറ്റി വിടണം. തൻ്റെ ദേശവാസികളെ കൊല്ലാൻ വേണ്ടിയാണ് ഈ ബ്രിട്ടീഷുകാർ. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. എൻ്റെ സഹപ്രവർത്തകനും തിരുവനന്തപുരം റൂറൽ ജില്ലയുടെ പോലീസ് മേധാവിയായ ശ്രീ മഹേഷ് IPS, അഡീഷണൽ SP ശ്രീ പ്രദീപ്, കട്ടാക്കട DYSP ശ്രീ ഗോപകുമാർ, ADNO സുഭാഷ്, ഈ പരേഡിനെ നയിച്ച പരേഡ് കമാൻഡർ മിസ് ദേവിക, സെക്കൻഡ് ഇൻ കമാൻഡർ അശ്വജിത്ത്, പ്രിയപ്പെട്ട കേഡറ്റുകളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ രക്ഷിതാക്കളെ, ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളിവിടെ 440 പേര് ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു പരേഡ് നടത്തിയിരിക്കുന്നു. നിങ്ങളേവരെയും ഞാൻ ഈ അവസരത്തിൽ മുഗ്ധകണ്ഠം പ്രശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഈ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെ പരിശീലിപ്പിച്ച അധ്യാപകരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കട്ടെ. നമ്മുടെ ഈ സത്യപ്രതിജ്ഞ വേളയിൽ അഡീഷണൽ SP നിങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, നിയമം സ്വമേധയാ അനുസരിക്കുന്ന ഒരു തലമുറയെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത്. നിയമം എന്ന് പറയുന്നത് ആരും നമ്മളെ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. പ്രത്യേകിച്ചും ജനാധിപത്യ സമ്പ്രദായത്തിൽ നിയമം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്നതാണ്. ഈ നാട്ടിലൊരു നിയമമുണ്ടതുകൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ സ്വസ്ഥമായി ജീവിക്കുന്നത്. നിയമം എന്നുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നതിനും ഒരാളുടെ തന്നെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഏൽപ്പിക്കേണ്ടതല്ല എന്നാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ പ്രഖ്യാപിക്കുന്നത്. അത് നമ്മൾ സ്വമേധയെ അനുസരിക്കേണ്ടതാണ്. ഞാൻ ഈ കാട്ടാക്കട ജംഗ്ഷനിലേക്ക് എത്താൻ നേരത്ത് നോക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ ഒരച്ഛൻ 3 കുട്ടികളെയും കൊണ്ട് ബൈക്കിൽ പോകുന്നത് കണ്ടു. അച്ഛൻ ഒരുപക്ഷെ അവരോട് വളരെയധികം സ്നേഹം കാണിച്ചിട്ടായിരിക്കും 3 പേരെയും ഒരു വാഹനത്തിൽ തന്നെ കയറ്റി പ്രയാസപ്പെട്ടു കൊണ്ടുപോകും. അതുണ്ടാക്കാൻ പോകുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് നമ്മൾ ഓർത്തിട്ടുണ്ടോ? കേരളത്തിൽ 4000-ൽ പരം ആളുകൾ ഒരു വർഷം ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതിൽ 2000-ൽ പരം ആളുകളെങ്കിലും മരിക്കുന്നത് ബൈക്ക് ആക്സിഡൻറ്റിലാണ്. ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കപ്പെടുന്നതിൽ 85% ആളുകളും ഹെൽമെറ്റ് അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി കൊണ്ടാണ്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുക. ഒരു മോട്ടോർ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ ഘടന ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും നന്നായി യാത്ര ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 2 പേർക്കാണ്. മൂന്നാമതൊരാൾ അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ മുമ്പിലിരിക്കുന്ന ആൾ പെട്രോൾ ടാങ്കിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ പിറകിലിരിക്കുന്ന ആൾ കാരിയറിൻ്റെ മുകളിലേക്കോ പോകും. പിന്നെ ഒരാൾ കൂടി കൂടുതൽ ചേർന്ന സമയത്ത് അത് പോകുന്നത് എവിടെയാണ് ഇരിക്കുന്നത്? ആകാശത്തിലായിരിക്കും കുറച്ച് പേരിയ്ക്കുന്നത്. അങ്ങനെയൊരു ഘട്ടത്തിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനം എടുക്കേണ്ടുന്നൊരു സ്ഥലമാണ് റോഡെന്ന് പറയുന്നത്. നമ്മളെ മുമ്പിലൂടെ ഒരു വാഹനവും അതിവേഗതയിൽ വരുന്ന സമയത്ത് അതിനെ അല്പം ഒന്ന് നിയന്ത്രിച്ച് മറ്റൊരു സൈഡിലേക്ക് വെക്കണമെന്ന് വെച്ചാൽ ഇത്രയും ഒരു ഹെവി ഭാരമുള്ള ഒരു വാഹനത്തിന് പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് അതിനെ നിയന്ത്രണം വിടുകയും ഒരുപക്ഷെ വണ്ടിക്കകത്തേക്കോ അല്ലെങ്കിൽ വണ്ടി പുറത്ത് ടാറിലോ അടിച്ചുകൊണ്ടാണ് ആളുകൾക്ക് ദാരുണമായിരിക്കുന്ന അന്ത്യങ്ങളുണ്ടാകും. നിയമം, പ്രത്യേകിച്ചും മോട്ടോർ വാഹന നിയമം എന്ന് പറഞ്ഞത് മറ്റുള്ളവരെ പേടിപ്പിക്കാനോ മറ്റുള്ളവർ പോലീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പോലീസിന് ഭയം കൊണ്ടോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ സ്വമേധയെ അനുസരിക്കണം.
നമ്മുടെ രാജ്യവും അല്ലെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് കാണുന്നത് അവിടെ 90-95% ആളുകളും നിയമം സ്വമേധയെ അനുസരിക്കുന്ന ആളുകളായി കാണാൻ പറ്റും. മറിച്ച് നമ്മുടെ രാജ്യത്തേക്ക് ചെല്ലുന്ന സമയത്ത് അത് 90-95% ആളുകൾ നിയമം അടിച്ചേൽപ്പിച്ചാൽ മാത്രം അനുസരിക്കുന്നവരായി കാണാറുണ്ട്. നമ്മളെ ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വരുന്നൊരു തലമുറ ഈ നാടിൻ്റെ അഭിമാനമാണ് നിയമമെന്നും നിയമമാണ് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ അടിസ്ഥാനമെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നാം സ്വയം അനുസരിക്കേണ്ടതാണെന്നുമുള്ള ഒരു ഉത്തമ ബോധമുള്ള ഒരു തലമുറയെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും തന്നെ നിങ്ങൾ സ്വമേധയെ അനുസരിക്കുക മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും അതനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുകയും നിങ്ങളുടെ സഹപാഠികളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ അംബാസിഡർ ആയിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ അംബാസിഡറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ ഉണ്ടാകുന്നത്. കേരളത്തിൽ നമ്മൾ വെറും ഒരു സ്കൂളിൽ തുടങ്ങി പിന്നീട് 3 സ്കൂളിലേക്കായി വ്യാപിച്ച് 2010 127 സ്കൂളിലേക്ക് എത്തി. ഇന്ന് കേരളത്തിൽ മാത്രം ഏകദേശം 1100 സ്കൂളുകളിലായിട്ട് നിങ്ങളെപ്പോലെ നല്ല മനോഹരമായിരിക്കുന്ന യൂണിഫോം ഇട്ടിട്ട് ഈ ദിവസം ഒരുപക്ഷെ 1,00,000-ൽ പരം കുട്ടികൾ പരിശീലനം നടത്തുന്നുണ്ടാവും. ഇന്ത്യയിൽ അത് പിന്നീട് ഗുജറാത്തിലേക്ക് പോയി ഗുജറാത്തിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിലെത്തി ഇന്ന് 13,000 സ്കൂളുകളിലായിട്ട് 15 ലക്ഷത്തോളം കുട്ടികളാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരും തന്നെ ഒരു ഉത്തമ പൗരനായി മാറുകയും ഒരു ചേഞ്ച് ലീഡറായിട്ട് സമൂഹത്തിൽ പ്രതിദാനം ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഈ വരും കാലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായിരിക്കുന്നത് എന്ന് പറഞ്ഞത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള രാജ്യം ഇന്ത്യയാണെന്നുള്ളതാണ്. 40 കോടി കുട്ടികൾ 40 കോടി ആളുകൾ 14 വയസ്സിന് താഴെയുള്ള ഒരു രാജ്യമാണ് നമ്മൾ. അത് മൊത്തം അമേരിക്കയുടെ പോപ്പുലേഷനെക്കാട്ടും മൊത്തം യൂറോപ്പിൻ്റെ പോപ്പുലേഷനേക്കാളും കൂടുതലാണ്. നിങ്ങൾ നല്ല കരുത്തുള്ളവരായി നല്ല മനഃശക്തിയുള്ളവരായി നല്ല കാര്യശേഷിയുള്ളവരായി നല്ല ഉത്തരവാദിത്വ ബോധമുള്ളവരായി നല്ല സഹജീവി സ്നേഹമുള്ളവരായിട്ടാണ് വരുന്നതെങ്കിൽ ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ എത്തുക എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നമായിരിക്കില്ല, യാഥാർത്ഥ്യമായിരിക്കും. 2047 ആവുന്ന സമയത്ത് നിങ്ങൾ മുതിർന്ന പൗരന്മാരായ ഉത്തരവാദിത്തത്തോടുകൂടി സമൂഹത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ അതിൻ്റെ 100ാമത്തെ വാർഷികം സ്വാതന്ത്ര്യത്തിൻ്റെ 100ാമത്തെ വാർഷികം ആഘോഷിക്കുകയായിരിക്കും. ആ 100ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആ ഒരു വലിയൊരു ചിന്തയോടുകൂടി നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തും നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ നാട്ടിലുമൊക്കെ മാതൃകയായിക്കൊണ്ട് വളർന്നു വരുന്ന ഒരു വലിയ തലമുറയാണ് നമ്മൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിലൂടെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു.